ഉള്ളൊരു ആരാധനയ്ക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. ആരാധനയ്ക്ക് എന്തെല്ലാമാണോ നമുക്ക് ആവശ്യമുള്ളത് അതെല്ലാം ഈശോ തരും. എന്നോട് ചോദിക്കണം. അതുകൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഭവനം, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യം ആവശ്യമുള്ളവർ ആ മേഖലയിൽ സൗഖ്യത്തിന് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണം. കടഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കുടുംബത്തിൽ അസ്വസ്ഥതയുള്ളവർ, മദ്യപാനത്തിന് ആസക്തിയുള്ളവർ, പാപമാർഗത്തിലൂടെ കടന്നു പോകുന്നവർ, ഇങ്ങനെയുള്ള കുടുംബജീവിതത്തിലെ തകർച്ചകളെല്ലാം, കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർ, വിവാഹം നടക്കാത്തവരെല്ലാം എല്ലാ മേഖലകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കാരണം കർത്താവ് സമഗ്ര വിമോചകനാണ്. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് സൃഷ്ടിക്കുള്ള എല്ലാ കുറവുകളും പരിഹരിക്കേണ്ടത് സൃഷ്ടാവാണ്. അവിടെ നിന്നാണ് നമ്മുടെ സൃഷ്ടാവ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വൈകല്യങ്ങളുണ്ടോ, എന്തെല്ലാം കുറവുകളുണ്ടോ, ഇതെല്ലാം പരിഹരിക്കാൻ കർത്താവായ യേശുവിന് പറ്റുമെന്ന് വിശ്വസിക്കണം. ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ ആ മേഖലയെല്ലാം ഈശോ സുഖപ്പെടുത്തും, ഈശോ അനുഗ്രഹിക്കും. വിശ്വസിക്കാം നമുക്കത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് വിശ്വാസം വളരട്ടെ. നമ്മുടെ ഭവനത്തെ ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിത പങ്കാളിയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വീട്, വസ്തുവകകൾ, കൃഷിയിടങ്ങൾ, ബിസിനസ്, ജോലി, എല്ലാ മേഖലയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ആ മേഖലയെല്ലാം ഈശോ ഇന്ന് ആശീർവദിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലയെയും ഈശോ ആശീർവദിക്കണം. കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികളെയും ഈശോ തൊടണം. കുടുംബത്തിലുള്ള കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഈശോ ഓർപ്പിക്കുന്നു. കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേദനയോടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കൊരു നിമിഷം കണ്ണുകളൊന്ന് അടച്ച് നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ, എവിടെയൊക്കെയാണോ ഈശോയുടെ ഏറ്റവും സഹായം ആവശ്യമുള്ളത്, ആ എല്ലാ മേഖലയിലേക്കും ഒരു നിമിഷം നമുക്ക് ഈശോ ക്ഷണിക്കാം. കുടുംബത്തിൽ വലിയ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തിലെ അനൈക്യം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഏതെങ്കിലും തിന്മയുടെ വഴികൾ ഭവനത്തിന് മുമ്പിൽ തുറന്നു കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം അടയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയ്ക്ക് കടന്നു വരാനുള്ള അനുഗ്രഹത്തിന് വഴികൾ എവിടെയെങ്കിലും അടഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അനുഗ്രഹത്തിന് വഴികൾ തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ ഓർപ്പിക്കുന്ന അനേക കുടുംബങ്ങളിൽ ജപമാല പ്രാർത്ഥനകളില്ല, കുടുംബ പ്രാർത്ഥനയില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഈശോയ്ക്ക് കടന്നു വരാനോ സൗഖ്യപ്പെടുത്താനോ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കുടുംബങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ, നിയോഗങ്ങൾ, വിദേശത്ത് വിദൂരത്തുമൊക്കെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ, മക്കളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ, ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ഈശോ ഇവിടെ എഴുന്നള്ളി വരുന്നത് പോലെ ലോകത്തിലുള്ള നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ഭവനങ്ങളിലും, എല്ലാ ദേശങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും ഈശോ എഴുന്നള്ളി വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വലുതുകരൊന്ന് ഉയർത്തിപ്പിടിക്കാം. വിദേശങ്ങളിലുള്ള, വിദൂരങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മേൽ, നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിൻ്റെ മേൽ, ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരുടെ മേൽ, കിടപ്പ് രോഗികളുടെ മേലെല്ലാം കർത്താവിൻ്റെ ശക്തി ഈ രാത്രിയിൽ എഴുന്നള്ളി വന്ന് അവരെല്ലാം സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വരുതരമൂർത്തി ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളെല്ലാം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അന്ധകാരങ്ങളും യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിൽ വെറുതെ നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുമേ നിൽക്കാം ആദരവോടെ. യോഗ്യനാമേശുനാഥ, വരുന്നു ഞാനിന്നു നിൻ സന്നിധി, പൂർണ്ണമായി എന്നെ ഞാൻ നൽകിയിടുന്നു. പകരുക ശക്തി എന്നിൽ നാഥ. കർത്താവിനെ ആരാധിക്കാം. സ്വർഗ്ഗത്തിലും
യേശുവേ നീ മാത്രം എന്നെന്നും ആരാധ്യൻ. നിനക്ക് തുല്യനായി ആരുമില്ല. സ്വർഗത്തിലുമെന്നും ഭൂമിയിലുമെന്നും നിനക്ക് തുല്യനായി ആരുമില്ല. കൃപയുടെ ആധിക്യത്താലേ ഇന്നും നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ. കൃപയുടെ ആധിക്യത്താലേ ഇന്നും നടത്തിയിടുന്ന എൻ്റെ യേശുനാഥ. ഈശോ മഹത്വപൂർണനായി ഈ തിരുവോസ്തിയിൽ മറഞ്ഞിരിക്കുന്നു. ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന അത്ഭുതവാനായ ദൈവം നമുക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ നൽകും, ഞാൻ സഹായകനെ അയക്കും. നമുക്ക് ഏറ്റവും ആവശ്യം സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ സംരക്ഷണവും സഹായവുമാണ്. പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന ദൈവിക വെളിപാടുകൾ, വരദാനങ്ങളൊക്കെ നമ്മൾ പ്രാപിക്കണം. നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ വചനം കേട്ടു. ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് അഭിഷേകം തീഷ്ണമായിട്ട് കർത്താവ് ഒഴുക്കി തന്നു. ആര് ദാഹിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവർക്കുള്ളതാ അഭിഷേകം. ആര് തീഷ്ണതയോടെ ചോദിക്കുന്നുവോ അവർക്കുള്ളതാണ് കൃപാവരങ്ങൾ. കൃപാവരങ്ങൾ പ്രാപിക്കാനുള്ളൊരു ദാഹം, ഒരു ആത്മദാഹം നമുക്കുണ്ടാവണം. കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവ് തരുന്നതിൻ്റെ ലക്ഷ്യമെന്താ? അതിലൂടെ ദൈവജനം അനുഗ്രഹിക്കപ്പെടണം, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടണം, യേശു കർത്താവാണെന്ന് എല്ലാവരും അറിയണം. അതിനുവേണ്ടി ദൈവം തൻ്റെ ആത്മാവിൻ്റെ ശക്തി നമുക്ക് നൽകുക, ആത്മാവിൻ്റെ കൃപാവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. വരദാനങ്ങളുടെ സമൃദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉടലെടുക്കണം. നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാവരും ആത്മാവിൽ നിറയണം. മോശ പ്രാർത്ഥിച്ചതുപോലെ, ആഗ്രഹിച്ചതുപോലെ ദൈവജനം മുഴുവൻ പ്രവാചകന്മാരെ തീരണമെന്നും അവരെല്ലാം ആത്മാവിലാൽ നിറയണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും പ്രവചിക്കുന്നവരാവണം,
എല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ദൈവസ്നേഹത്തിൽ ജ്വലിക്കുന്നവരായിട്ട് മാറണം. ഹല്ലേലൂയ. ഇത് കൊച്ചുകുട്ടിക്കും യുവാക്കന്മാർക്കും വൃദ്ധർക്കും ഒക്കെ ആത്മാവ് പകരപ്പെട്ടാൽ ഇത് സാധിക്കും. നമ്മുടെ ഹൃദയം ജ്വലിക്കും. ഏലിയാവിൻ്റെ ഹൃദയം ജ്വലിച്ചതുപോലെ ജ്വലിക്കുന്ന ഒരു തീഷ്ണത അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ ഭൗതിക നന്മകൾക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിലുപരി നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ചോദിക്കേണ്ടത് ആത്മീയ നന്മകൾക്ക് വേണ്ടി, പരിശുദ്ധാത്മ ഫലങ്ങൾക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾക്ക് വേണ്ടിയൊക്കെ തീവ്രമായ ആഗ്രഹത്തോടെ നമുക്ക് ചോദിക്കാം. പൗലോസ് നമ്മെ പഠിപ്പിച്ചതുപോലെ പ്രവചനപരത്തിനായി തീവ്രമായി അഭിലഷിക്കുവിൻ. തീവ്രമായി നമുക്ക് അഭിലഷിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വരദാനങ്ങൾക്കൊക്കെ വേണ്ടി ആഗ്രഹിക്കാം. ആത്മാവിനെ തരുന്നവൻ ഈ അപ്പത്തിലുണ്ട്. അഭിഷേകം തരുന്നവൻ ഈ അപ്പത്തിലുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ ഈ അപ്പത്തിലുണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും അപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന സർവശക്തനായ ദൈവത്തെ, ഉയർത്തുന്നിട്ട് യേശുവിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ നന്ദി, ഈശോ നന്ദി, ഈശോ സ്തുതി. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു അപ്പസ്തോലന്മാരോട് പറയുകയാണ്, നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോൾ ഇവിടെ തന്നെ ആയിരിക്കണം. ശക്തി നിങ്ങൾ ധരിക്കണം, ശക്തി സ്വീകരിക്കണം. ശക്തിയുടെ വരങ്ങൾ നിങ്ങൾ പ്രാപിക്കണം. വചനം കൊണ്ട് നിറയണം. ആത്മാവിൻ്റെ ശക്തിയോട് നിറഞ്ഞിട്ട് വേണം നിങ്ങൾ ഇന്ന് പുറപ്പെടുവാൻ. ജെറൂസലേം വിട്ടു പോകരുത്. ആത്മദാഹത്തോടെ നിങ്ങൾ ഇവിടെ പ്രാർത്ഥനയിലായിരിക്കാനാ യേശു അപ്പസ്തോലന്മാർക്ക് കൊടുത്ത നിർദ്ദേശം. പെന്തക്കോസ്താ ദിനം അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. അവിടെ മേൽ അഗ്നി ഇറങ്ങി. അവർ അഗ്നിയിൽ സ്നാനം ഏറ്റുവാങ്ങി. വചനം പറയുന്നുണ്ട് അപ്പസ്തോലപ്രവർത്തനം 2:4 അവര് പരിശുദ്ധാത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് വിവിധ ഭാഷകളിൽ പ്രവചിച്ചു. ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകൾ പ്രവചിച്ചു. വ്യത്യസ്തമായ ഭാഷകളിൽ സംസാരിക്കാൻ കൃപ. പത്രോസിന്റെ പ്രസംഗത്തിൽ ആയിരങ്ങൾ മാനസാന്തരപ്പെടുന്ന അഭിഷേകം. ഈ കാലഘട്ടത്തിൽ ഇതുപോലൊരു അഭിഷേകം തുറക്കപ്പെടുവാൻ, അനേകം പേരെ കർത്താവ് പ്രവാചക അഭിഷേകത്തിൽ ഉയർത്തുവാൻ, വൈദികരെ, സന്യസ്തരെയും അൽമാരെയൊക്കെ ഉയർത്തുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിൽ ഈ ഒരു തീഷ്ണമായ പ്രാർത്ഥന വരും നാളുകളിൽ ഉണ്ടാവണം. കുടുംബങ്ങൾ ഉണരണം. കുടുംബങ്ങളിലുള്ളവർ ഒന്നിച്ച് പ്രാർത്ഥിക്കണം, പ്രവചിക്കണം. പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലുള്ളവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും അവിടെ പ്രവചനത്തിൻ്റെ വെളിപ്പെടുത്തലുണ്ടാവണം. സഭയിൽ എല്ലാം ഇത് സംഭവിക്കണം. സഭാ സമൂഹങ്ങളിൽ ശക്തമായ പ്രവചനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് തുറക്കണം. ആദിമ സഭയിലുണ്ടായിരുന്ന അതേ ഒരു അഭിഷേകത്തിലേക്ക് സഭ തിരിച്ചു പോകണം. ദൈവമക്കൾ തിരിച്ചു പോകണം. അതിനുവേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. കരമുയർത്തിപ്പിടിച്ച് ആത്മാഭിഷേകത്തിന് വേണ്ടി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ. നമുക്ക് എണീൽക്കാം. എല്ലാവരും എണീൽക്കുക. ഈശോയുടെ മുൻപിൽ കരങ്ങളൊക്കെ യാചനാരൂപത്തിൽ ഒന്ന് നെറ്റിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഈശോട് പറഞ്ഞു. ഭൗതികമായ ആവശ്യങ്ങൾ പറയുന്നതിൽ തെറ്റില്ല. പറഞ്ഞുകൊള്ളുക, ചോദിച്ചുകൊള്ളുക. വചനം പറയുന്നു, ചോദിക്കുക തരപ്പെടും, മുട്ടുക തുറക്കപ്പെടും. മുട്ടുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, മുട്ടുക തുറക്കപ്പെടും. വാതിലുകൾ നമ്മുടെ മുമ്പിൽ കർത്താവ് തുറക്കും. ചോദിച്ചോ കർത്താവിനോട്. ഭൗതിക നന്മകൾക്കുപരി ഇന്ന് നിങ്ങൾ ഈ ആരാധനയിൽ ആത്മീയ കൃപാവരങ്ങൾക്ക് വേണ്ടി,
പരിശുദ്ധാത്മാവിൻ്റെ കൃപാവർ, പ്രത്യേകിച്ച് നമ്മൾ തീഷ്ണതയോടെ ഇത് കേട്ടത് പ്രവചനപരത്തെക്കുറിച്ചാണ്. നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കണം, മാതാപിതാക്കന്മാർ നിങ്ങളുടെ മക്കളെയൊക്കെ സമർപ്പിച്ച് അവർക്കൊക്കെ പ്രവചനപരം കിട്ടാൻ വേണ്ടി ഇത് പ്രാർത്ഥിച്ചു. മാതാപിതാക്കളൊന്ന് ആഗ്രഹിച്ചു കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, യുവതിവാക്കന്മാർക്ക് ഒക്കെ പ്രവചനം ലഭിക്കണം, ആഗ്രഹിച്ചെന്ന് പ്രാർത്ഥിച്ചേ. മാതാപിതാക്കന്മാർ പ്രാർത്ഥിച്ചു, കർത്താവിന് കൊടുക്കാൻ പറ്റും, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച വിശ്വാസത്തോടെ എല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ സമർപ്പിക്കുന്നു. ഇന്ന് വലിയൊരു പ്രവചനപരത്തിൻ്റെ അഭിഷേകം ഈ സമൂഹത്തിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ചൊരിയണമേ. കർത്താവേ, മക്കള്, സ്കൂളിൽ പഠിക്കുന്നവര്, കോളേജിൽ പഠിക്കുന്നവര്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആത്മാവിൽ നിറയട്ടെ, അവർ പ്രവചിക്കുന്നവരാവട്ടെ. ഫിലിപ്പോസിന്റെ കന്യകവരായ 4 പെൺമക്കൾ പ്രവചിക്കുന്നവരായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ പെൺകുട്ടികൾ പ്രവചിക്കട്ടെ, ഞങ്ങളുടെ പെൺമക്കൾ പ്രവചിക്കട്ടെ, യുവാക്കന്മാർ പ്രവചിക്കട്ടെ, വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവട്ടെ, പ്രവചനം ഉണ്ടാവട്ടെ, വെളിപാടുകൾ ഉണ്ടാവട്ടെ, ഉന്നത കൃപാവരങ്ങളുടെ വലിയൊരു തുറവി ഈ കാലഘട്ടത്തിൽ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നവർ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയൊരു തുറവി ഉണ്ടാവട്ടെ, വലിയൊരു അഭിഷേക തുറവി ഉണ്ടാവട്ടെ, ആത്മാവിന്റെ പ്രവാഹം ഉണ്ടാവട്ടെ, ദിവ്യ കാരണത്തിൽ നിന്ന് ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാഷാപരമുള്ളവര് ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ വലതുകരം ശിരസിലേക്കൊന്ന് വെച്ചുകൊള്ളുക. ആത്മാവിൻ്റെ നിറവിന് വേണ്ടിയും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. ഹല്ലേലൂയ. കർത്താവേ, സ്വർഗം തുറക്കണമേ, ഈ സമൂഹത്തിൻ്റെ മേൽ ആത്മാവിനെ അയക്കണമേ. കർത്താവേ, ഇപ്പോൾ ഈ നൈറ്റ് വിജിലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകരാജ്യങ്ങളിലുള്ള എല്ലാവരുടെ മേലും
ഭവനങ്ങളിലായിരിക്കുന്നവര്, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് കാണുന്നവര് എല്ലാവരിലേക്കും ആത്മാവിനെ അയക്കണമേ. ആത്മാവിൻ്റെ വരദാനങ്ങളും കൃപകളൊക്കെ എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കണമേ, ബന്ധിതർക്ക് മോചനം കൊടുക്കണമേ, പാപദുശീലങ്ങൾ വിട്ടുമാറട്ടെ, തകർച്ചകൾ വിട്ടുമാറട്ടെ, കടബാധ്യതകൾ മാറിപ്പോകട്ടെ, മക്കളില്ലാത്തവർക്ക് മക്കൾ പിറക്കട്ടെ, വന്ധ്യത വിട്ടുമാറട്ടെ, ജോലി തടസ്സങ്ങൾ മാറട്ടെ, വിവാഹ തടസ്സം മാറട്ടെ, ഭവനമില്ലാത്തവർക്ക് ഭവനം ഉണ്ടാവട്ടെ, അത്ഭുത രോഗശാന്തികൾ സംഭവിക്കട്ടെ, ക്യാൻസറും ട്യൂമറും വിട്ടുമാറട്ടെ, മാനസിക രോഗികൾ സൗഖ്യമാവട്ടെ, ഹാർട്ട് രോഗികൾ സൗഖ്യമാവട്ടെ, തളർന്ന ശരീരങ്ങൾ ബലം പ്രാപിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ദൈവശക്തി ഒഴുകട്ടെ, ആത്മീയ കൃപാവരങ്ങൾ നിറയട്ടെ, യുവതീവാക്കന്മാരിലേക്ക് കൃപകൾ ഒഴുകട്ടെ, ആത്മാവിന്റെ അഭിഷേകം ഒഴുകട്ടെ, എല്ലാവരിലേക്കും ആത്മാവിന്റെ ശക്തി ആവരിക്കട്ടെ, വിശ്വാസം നിറയട്ടെ, വിശ്വാസം നിറയട്ടെ, വരദാനങ്ങൾ നിറയട്ടെ, അത്ഭുത രോഗശാന്തികൾ സംഭവിക്കട്ടെ, വേദനകൾ വിട്ടുമാറട്ടെ, തകർച്ചകൾ വിട്ടുമാറട്ടെ, പരാജയം വിട്ടുമാറട്ടെ, ആത്മഹത്യ ചിന്ത വിട്ടുമാറട്ടെ, അഭിഷേകം ഒഴുകട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹം ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കാം, കരമടിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവാത്മാവ് തരുന്ന സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കരമടിച്ചു പാടി ദൈവത്തെ ആരാധിച്ചു മാറ്റപ്പെടുത്താൻ പോവുകയാണ്. കർത്താവ് വലിയ പ്രവൃത്തികൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവ്യകാരണത്തിൽ ഒഴുകുന്ന മഹാശക്തിയിൽ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാ പറയുന്ന ഈ സമൂഹത്തിലുള്ള ചില വ്യക്തികൾക്കുള്ള പാപ ആസക്തികളുടെ തിരിച്ച് ജഡിക പാപ ആസക്തികളുടെ ആ ഒരു ബന്ധനം, ശരിക്കും ആ ഒരു പൈശാചിക സ്വാധീനത്തിൽ നിന്ന് ഈ സമൂഹത്തിൽ 17ഓളം പേർക്ക് കർത്താവ് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. അതുപോലെ നിയന്ത്രിക്കാനാവാത്ത കണ്ണുകളുടെ ആസക്തി, കണ്ണിൻ്റെ ദുരാസക്തി, അശുദ്ധി കാണാൻ, മൊബൈലൊക്കെ നമ്മൾ എച്ഛത കാണാനൊക്കെ ആസക്തിക്ക് അടിമപ്പെട്ട ചില വ്യക്തികൾ, അതിൻ്റെ അടിമത്വത്തിലായിരിക്കുന്ന ചില വ്യക്തികളെ അതിൽ നിന്ന് പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് വിടുവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമൂഹത്തിൽ ഹാർട്ട് രോഗിയായ ഒരാളുടെ ഹാർട്ടിനെ കർത്താവ് സ്പർശിക്കുന്നു. ഹാർട്ടിന് പാൽപിറ്റേഷൻ കൂടുതലുണ്ട്, ബ്ലോക്ക് എന്തോ ഉണ്ട്, മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്. പൂർണ്ണമായിട്ട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സാധാരണ നോർമലായിട്ടുള്ള നടുവിൻ്റെ വേദന, കാലിൻ്റെ അസ്ഥിയുടെ കഴപ്പ്, വെരിക്കോസ്, അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഈ സമൂഹത്തിലെ പലർക്കും കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അനേക വ്യക്തികൾ ഇതിപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ടെലിവിഷനിൽ നിന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അനേക വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ആത്മാവിൽ ഇങ്ങനെ കാണുന്ന ഒരു ദർശനം ഇതാണ്. ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തെ കർത്താവ് കാണിക്കുന്നു. അവിടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏതോ ഒരു കുടുംബം, പ്രത്യേകിച്ച് ആ കുടുംബത്തിലുള്ള കുഞ്ഞിനുള്ള എന്തോ രോഗത്തെ, ബുദ്ധിപരമായിട്ടുള്ള വൈകല്യത്തെ കർത്താവിൻ്റെ ആത്മാവ് സ്പർശിക്കുന്നു. അത്ഭുതകരമായിട്ട് ആ കുഞ്ഞ് സൗഖ്യം പ്രാപിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. കാനഡ എന്ന രാജ്യത്ത്, UK എന്ന രാജ്യം, അവിടെയുള്ളവർ PR കിട്ടാനായിട്ട് പ്രതിസന്ധിയിലായി. 2 വർഷത്തിലധികമായിട്ട് PR ശ്രമിച്ചിട്ട് നടക്കാത്ത വ്യക്തികൾ, 8ഓളം പേരുടെ PR കിട്ടാനുള്ള തടസ്സം കർത്താവ് മാറ്റി അവരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിരന്തരമായിട്ട് വയറ് കമ്പിക്കുക, അസിഡിറ്റി, അൾസർ, ഉദര രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതുപോലെ ചില ഭക്ഷണം കഴിച്ചാൽ വയറ്റിൽ പിടിക്കുന്നില്ല, അങ്ങനെയുള്ള ചിലരുടെ ഉദര രോഗങ്ങളെ പൂർണ്ണമായിട്ട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന കിഡ്നി രോഗിയായ ഒരാളെ കർത്താവ് തൊടുന്നുണ്ട്. കർത്താവിൻ്റെ സ്പർശനം ഉണ്ടാകുന്ന വ്യക്തിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കടുത്ത മൈഗ്രെയിൻ മൂലം വിഷമിക്കുന്ന വ്യക്തികളെ കർത്താവ് തൊടുന്നു. മൈഗ്രെയിൻ കർത്താവ് എടുത്തു മാറ്റുന്നു. അത്ഭുത വിടുതൽ കർത്താവ് നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലയുടെ മരവിപ്പ്, തലയുടെ പെരുപ്പ് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പ്രയാസമുള്ളവിടെ ആ ഒരു പ്രയാസം, തലച്ചോറിൻ്റെ
മണ്ഡല തലച്ചോറിൻ്റെ ആ മേഖലകളെ കർത്താവ് തൊടുന്നു, വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. കരമൊന്ന് ഉയർത്തിയടിച്ച് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കാൽ മുട്ടുകളുടെ വേദന, തേയ്മാനം കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 1.5 വർഷമെങ്കിലുമായിട്ട് വീട് വാങ്ങാനായിട്ട് പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് കാണിക്കുന്നത് അയർലൻഡ് എന്ന രാജ്യത്തുള്ള വ്യക്തിയാണ്. വീട് വാങ്ങിക്കാൻ 1.5 വർഷമായിട്ട് ശ്രമിക്കുന്നു, വീട് ലഭിക്കുന്നില്ല. പക്ഷേ ഈ ആരാധന പങ്കെടുക്കുന്ന നിമിഷം ആ വ്യക്തിയിൽ കർത്താവ് ഇടപെടുന്നു. അത്ഭുതകരമായിട്ട് കർത്താവ് വീട് കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മദ്യപാനവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചില കൂട്ടുകെട്ടിപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് അതിൽ നിന്ന് പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് മോചനം നൽകി അനുഗ്രഹിക്കുന്നു. നേഴ്സിങ്ങിന് പഠിക്കുന്ന ചില കുട്ടികൾ, അവർക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല. ആ കുഞ്ഞുങ്ങളുടെ പഠന മേഖലയെ കർത്താവ് അനുഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ പഠന മേഖലയെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിവയറ്റിലെ വേദന, ബ്ലീഡിങ് ഉള്ള വ്യക്തികളുണ്ട്, അവരെ കർത്താവ് തൊടുന്നു, കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവിശ്വാസത്തിൻ്റെ ഒരു മനസ്സ്, അവിശ്വാസം, വിശ്വാസത്തിൻ്റെ കുറവുള്ള ചില വ്യക്തികളുടെ മേൽ വിശ്വാസത്തിൻ്റെ അഭിഷേകം പരിശുദ്ധാത്മാവ് പകരുന്നു. അതുപോലെ ആത്മീയ കൃപാവരങ്ങളുടെ വലിയ സമൃദ്ധി കർത്താവ് നൽകുന്നു. നമുക്ക് കരമൊന്ന് ഉയർത്തിപ്പിടിക്കാം. വൈദികർ, സന്യസ്തർ, വചനപ്രഘോഷകർ, ദൈവ ശുശ്രൂഷകർ, അവരുടെ മേൽ വലിയ ഒരു പരിശുദ്ധാത്മാഭിഷേകം, പ്രവചനവരത്തിന് വലിയ അഭിഷേകം പകരപ്പെടുവാനായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. കർത്താവേ, വൈദികരുടെ മേൽ, സന്യസ്തരുടെ മേൽ, വചനപ്രഘോഷകരുടെ മേൽ, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ലീഡേഴ്സ്, കൗൺസിലേഴ്സ്, ശുശ്രൂഷകരുടെ മേൽ വലിയ ഒരു പ്രവചന വരത്തിൻ്റെ അഭിഷേകം പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവജനം മുഴുവൻ പ്രവചന ദർശന വരങ്ങളാൽ, വെളിപാടുകളാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അഭിഷേകം പകർച്ചുണ്ടാവട്ടെ. ദൈവജനം മുഴുവൻ വരദാന കൃപാവരങ്ങളാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കട്ടെ, ദൈവശക്തി കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ. പെടലി വേദന, പെടലി കഴപ്പ് കർത്താവ് സൗഖ്യമാക്കുന്നു. ഇടത് വലത് ഷോൾഡറിൻ്റെ വേദന, കൈ ഉയർത്താൻ പ്രയാസമൊക്കെ കർത്താവ് എടുത്തു മാറ്റുന്നു, സൗഖ്യം നൽകുന്നു. ശക്തമായ പുറം വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒത്തിരി സൗഖ്യം, ഒത്തിരി വിടുതൽ, അനുഗ്രഹങ്ങൾ. നിങ്ങൾ ഈശോയുടെ മുമ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ സമർപ്പിച്ചോ ഹൃദയത്തിൽ ഏറ്റെടുക്കുക. യേശു എൻ്റെ പ്രാർത്ഥന കേട്ടു, അനുഗ്രഹിച്ചു കഴിഞ്ഞു. ആ വലിയ വിശ്വാസത്തിൽ 2 കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് നന്ദി പറയുന്നു, ഞങ്ങളെ അനുഗ്രഹിച്ചു നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞു, മക്കളില്ല. ഒരു സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു, മക്കളെ കൊടുക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരും ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെ സഹോദരി മേൽ കർത്താവിൻ്റെ സ്പർശനം ഉണ്ടാവുന്നു. ഹല്ലേലൂയ. നമുക്ക് കരമടിച്ച് ഒന്നു ചേർന്ന് കർത്താവിനെ ആരാധിച്ച് പാടി മഹത്വപ്പെടുത്താം. കരമൊന്ന് ഉയർത്തിയടിക്കാമോ? എല്ലാവരും കരമുയർത്തിയടിച്ച് ഒന്നു ചേർന്ന് പാടി ആരാധിക്കട്ടെ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകുത്തി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഒന്ന് തുള്ളിച്ചാടി പാടിക്കേ, സന്തോഷിച്ചത് പാടിക്കേ. ഈ ശുശ്രൂഷയിൽ ഭവനങ്ങളിൽ ഇത് പങ്കെടുക്കുന്നവര് പാടി ആരാധിക്കട്ടെ, യേശുവിനെ ആരാധിക്കട്ടെ. അവന്റെ ശക്തമായ സാന്നിധ്യം ദൈവമകത്ത് നമ്മുടെ കുടുംബങ്ങളിൽ ഇറങ്ങി വരട്ടെ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. പരിശുദ്ധനേ, പരമോന്നതനേ, സ്തുതികൾക്കെല്ലാം യോഗ്യനാ
കർത്താവിൻ്റെ ആത്മാവ് ഇപ്രകാരം ഒരു സന്ദേശം നൽകുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തി ഹോട്ടൽ നടത്തി അങ്ങനെ സാമ്പത്തികമായിട്ട് തകർന്ന് നഷ്ടത്തിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആ കടബാധ്യത, ആ ജീവിതത്തെ കർത്താവ് ഏറ്റെടുത്ത് അങ്ങനെ ഒരു കുടുംബത്തിന് കർത്താവ് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നു. കരമടിച്ച് കർത്താവിനെ ഒന്ന് കർത്താവേ കരുണയായിരിക്കും. രണ്ട് കരമുയർത്തി പിടിച്ച് ബിസിനസ്സിൽ തകർന്നവരെ കടബാധ്യതക്കാർക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ബിസിനസ്സിൽ തകർന്നവർക്ക് പ്രത്യാശയും ആത്മധൈര്യം കൊടുക്കണമേ. കടബാധ്യതക്കാർക്ക് വിടുതൽ കൊടുക്കണമേ. ബിസിനസ്സിൽ തകർന്ന് കടബാധ്യതയിൽ നഷ്ടം തിരിയുന്നവർ, ജപ്തി നടപടിയിൽപ്പെട്ട് ഉഴലുന്നവർ, അവർക്കൊരു വിടുതൽ കൊടുക്കണമേ. ദൈവീയ കാരുണ്യത്തിൽ നിന്ന് വലിയ ശക്തി ഒഴുകട്ടെ. കടബാധ്യതക്കാർ മോചനം പ്രാപിക്കട്ടെ. സാമ്പത്തിക തകർച്ചകൾ വിട്ടുമാറട്ടെ. ബിസിനസ്സിലെ തകർച്ചകൾ വിട്ടുമാറട്ടെ. ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാവട്ടെ. യേശുവേ അങ്ങയുടെ ആത്മാവിനെ അയച്ചുകൊണ്ട് ദൈവജനത്തെ വിടുവിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സാമ്പത്തികമായിട്ട് തകർന്നവർക്ക് വിടുതൽ കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകി അനുഗ്രഹിക്കണമേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ. തകർന്ന ജീവിതങ്ങളെ പണിതുയർത്തണമേ. പഠിക്കുന്ന യുവതിയുവാക്കന്മാരെ അനുഗ്രഹിക്കണമേ. അവിശ്വാസികൾക്ക് വിശ്വാസം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. നന്നായിട്ട് കരമടിച്ചേ. കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ചേ. വിളിച്ചേ യേശുവേ. നമുക്ക് വലതുകരം എത്തിപ്പിടിക്കാം. വലതുകരം എത്തിപ്പിടിച്ച് ഷാലോമിന് വേണ്ടി, ഷാലോം മീഡിയയ്ക്ക് വേണ്ടി, ഷാലോമിന് നേതൃത്വം നൽകുന്ന ബെന്നി സാറ്, മാത്യു സാറ്, മറ്റുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാവരെയും, ഇവിടെയുള്ള മുഴുവൻ ജോലിക്കാരെയും ശുശ്രൂഷകരെല്ലാവരെയും, പ്രിയപ്പെട്ട വയലച്ഛൻ ഇവിടെയുണ്ട്, അച്ഛന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ഞങ്ങൾ വലിയ സ്നേഹത്തോടെ അച്ഛനെ സമർപ്പിക്കുന്നു. ബെന്നി സാറിനെയും മാത്യു സാറിനെയും മറ്റുള്ള എല്ലാ ശുശ്രൂഷയെ സമർപ്പിക്കുന്നു. ഒരു പുത്തൻ അഭിഷേകത്തിൻ്റെ പകർച്ച ഉണ്ടാവട്ടെ. ഗാന ശുശ്രൂഷ നയിക്കുന്നവരെ, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. കർത്താവേ, ശാലോമിൽ ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും ആത്മാവിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആത്മാവിൽ ജ്വലിക്കുന്നവരാവട്ടെ. ശാലോം വേൾഡിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. മീഡിയയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും ആത്മാവിൻ്റെ ചൈതന്യം നിറയട്ടെ. എല്ലാവരും തീഷ്ണമതികളാവട്ടെ. കർത്താവിന് വേണ്ടി ഹൃദയം ജ്വലിക്കുന്നവരാവട്ടെ. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന. ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സിറോ മലബാർ സഭയ്ക്ക് വേണ്ടി, ലാറ്റിൻ സഭ, മലങ്കര സഭ, മറ്റു സഭകളെല്ലാം കർത്താവിന് കൊടുത്ത് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് മാർപ്പാപ്പയ്ക്ക് വേണ്ടി, കർദിനാൾമാർക്ക് വേണ്ടി, ബിഷപ്സിന് വേണ്ടി എല്ലാം വൈദികർക്കൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, മാർപ്പാപ്പയെ സമർപ്പിക്കുന്ന പിതാവിനെ ശക്തിപ്പെടുത്തണമേ. എല്ലാ കർദിനാളന്മാരെയും മെത്രാന്മാരെയും സമർപ്പിക്കുന്നു. എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. സഭയിൽ പുതിയൊരു ഉണർവ് നിറക്കണമേ. ആഗോള സഭയെ അനുഗ്രഹിക്കണമേ. സീറോ മലബാർ സഭയെ ശക്തിപ്പെടുത്തണമേ. വൈദികരെ ശക്തിപ്പെടുത്തണമേ. എല്ലാ ഭിന്നതകളും വിട്ടുമാറട്ടെ. പിതാക്കന്മാർ ആത്മാവിൽ ജ്വലിക്കട്ടെ. സീറോ മലങ്കര സഭ ഏറ്റെടുക്കണമേ. ക്ലീമിസ്മമായി ശക്തിപ്പെടുത്തണമേ. എല്ലാ പിതാക്കന്മാരും ആത്മാവിൽ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സഭ ഉണരട്ടെ. വൈദികർ ഉണരട്ടെ. സന്യസ്തർ ഉണരട്ടെ. സന്യസ്തരുണരട്ടെ. വൈദിക വിദ്യാർത്ഥികൾ ആത്മാവിൽ ജ്വലിക്കുന്നവരാവട്ടെ. വചന പ്രഘോഷകരായിട്ടുള്ള എല്ലാ വൈദികരും ആത്മാവിൽ ജ്വലിക്കട്ടെ. എല്ലാ മീഡിയയും ആത്മാവിൽ ജ്വലിക്കുന്നവരാവട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ കൺവെൻഷനുകളും, എല്ലാ ധ്യാന കേന്ദ്രങ്ങളും, ധ്യാന ഗുരുക്കന്മാരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, സെഗിയോൻ മിനിസ്ട്രിയെ വട്ടായച്ചനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ചൊല്ലിക്കട്ടെ. ദാനിയലച്ചനെ കാർമൽ മിനിസ്ട്രിയെ സമർപ്പിക്കുന്നു. ആത്മാവിൽ നിറയട്ടെ. ഡൊമിനിക് അച്ഛനെ സമർപ്പിക്കുന്നു. മരിയൻ മിനിസ്ട്രി ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ
എല്ലാ മിനിസ്റ്റുകളെയും ധ്യാന കേന്ദ്രങ്ങൾ ഏറ്റെടുക്കണമേ. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ ഏറ്റെടുക്കണമേ. ഐക്യമിനച്ചനെയും പരകലച്ചനെയും മറ്റു വൈദികരെ ശക്തിപ്പെടുത്തണമേ. കിങ് ജീസസ് മിനിസ്ട്രി ഏറ്റെടുക്കണമേ. ഈ ദാസനോട് ടീമിനോട് കരുണയായിരിക്കണമേ. ക്രിസ്ത്യൻ മിനിസ്ട്രി ഏറ്റെടുക്കണമേ. എല്ലാ മിനിസ്ട്രികൾ ആത്മാവിൽ ചൊരിക്കട്ടെ. പുതിയൊരു പെന്തക്കോസ്ത തുറക്കപ്പെടട്ടെ. ആത്മാവിൽ ചൊരിക്കട്ടെ. കൃപാവരങ്ങൾ തുറക്കപ്പെടട്ടെ. ഭാഷാവരത്തി പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ക്രൈസ്തവ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവിശ്വാസികൾക്ക് വിശ്വാസത്തിന് കൃപ ലഭിക്കട്ടെ. അവിശ്വാസികൾ വിശ്വാസികളായിട്ട് മാറട്ടെ. ആത്മാവിൽ ചൊരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. നമുക്ക് മുട്ട നിൽക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിയുടെ കടാക്ഷം തൂകണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന യേശുവേ, ഓ യേശുവേ, യേശുവേ, സർവസൈന്യാധിപനേശുവേ, ഹല്ലേലൂയ, മൗനനായ യേശുവേ, ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന സ്നേഹമേ, ആരാധന ജീവനേ, ആരാധന യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ.
സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ. അണവില്ല സ്നേഹത്തിനാ